ഇപ്പൊ നമ്മള് കൂട്ടത്തിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളാണല്ലോ. അതെ, അപ്പൊ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അവന്റെ ഡയലോഗ് തന്നെ മര്യാദയ്ക്ക് പഠിച്ചു. ഭാഷയായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇമോഷൻ ചിലപ്പോൾ ഭാഷയിൽ കോൺഷ്യസ് ആയി കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഫീലിംഗ് മാറിപ്പോകും. ഇവരെന്തോ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇയാളൊരു വരുത്തനാണ്, ഇയാളെ കോട്ടയത്ത് നിന്നുള്ള പണ്ടിയുള്ള അച്ഛനമ്മയായിട്ടൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കേണ്ടത് ഇങ്ങനെ ഓരോ ഭാഷ കിട്ടാത്തോണ്ട് അങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഇവര് രണ്ടുപേരും ഏതാണ്ട് എനിക്ക് സിബ്ലിങ്സിനെ പോലെ ഏതാണ്ട് ഫേസ് കട്ടൊക്കെ ഒരുപോലെ ആയിട്ട് തോന്നി. എനിക്ക് തന്നെ മാറിപ്പോയി. ഞാൻ ഫസ്റ്റ് ദിവസം ഇവനെ കണ്ടിട്ട് ഫസ്റ്റ് ഇവനെ കണ്ടു, രണ്ടാം ദിവസം കണ്ടപ്പോ ഇവൻ പറഞ്ഞു വരുന്നത് മറ്റേ പട്ടണ പ്രവേശനത്തിലെ മറ്റേ സൈക്കിൾ സീനാണോ? എവിടെ നാട്? എന്റെ അച്ഛൻ പണ്ടോടെ ചായക്കട. അല്ല, റീ റിലീസ് അല്ല, റീ റിലീസ് വന്നോട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. ഓടാത്ത കുറെ പടങ്ങളുണ്ടല്ലോ, അത് വീണ്ടും വന്നിട്ട് ഓടി കിട്ടിയ സമാധാനം. സത്യം. അല്ല, ചില സിനിമകളുടെയൊക്കെ മഹത്വം പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക. ആ സമയത്ത് ചിലപ്പോൾ അത് ഓടണമെന്നില്ല. ഉദാഹരണത്തിന് ദേവദൂതൻ ആ സമയത്ത് അത്രത്തോളം ഹിറ്റായിരുന്നില്ലല്ലോ. പിന്നെ ഇപ്രാവശ്യം ഒന്നും ഭയങ്കര ഹിറ്റായിരുന്നു. അല്ല, അതേണ്ട പടങ്ങളൊക്കെ അത് പറ്റുള്ളൂ, ചെറിയ പടങ്ങളൊന്നും പറ്റൂല. ഈ സിനിമ എന്നുള്ള സംഭവം നമ്മൾ എവിടെയാ, ഞാൻ ഇവിടെ പഞ്ചായത്ത് ഓഫീസിലെ അല്ലെ കോർപ്പറേഷൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഡെയിലി കിട്ടില്ല ഈ സാധനം. സിനിമ എന്നുള്ളത് നമുക്ക് ഡെയിലി 365 ദിവസം എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാ അവസരം കൂടി വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് കാരണം അവരെന്തായാലും എന്താ ഇവിടെ വീടിന്റെ അടുത്ത് സിനിമ ഒന്നുമില്ലേ, നമ്മൾ വഴിയിലിപ്പോ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പരിപാടി, ഈ പടത്തിനകത്ത് ഒരു എക്സ്ട്രോണറി സാധനം ഉണ്ട്. രാജേട്ടന് ശരിക്കും പറഞ്ഞ ഒരു വിലയില്ല. അപ്പൊ ആ പരിപാടി എനിക്ക് തോന്നി പടം ഡിഫറെന്റ് ആയിരിക്കും എനിക്ക് തോന്നി. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. പിന്നെ അതുപോലെ തന്നെ സീനിയേഴ്സ്, ഞാൻ പടം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പല സാധനങ്ങളും നമുക്ക് അറിയാം, ഇത് കൊളുത്തുള്ള സാധനമുണ്ട്. ഞാൻ ആ പടത്തിൻ്റെ ഇന്നും എൻ്റെ പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മലയാള സിനിമയിൽ ഒരു നാഴികക്കല്ലായിട്ട് മാറും. കാരണം വെച്ചാൽ എൻ്റെ ലൈഫിൽ 4 ലോറി കണ്ടിന്യൂസ് ആയിട്ട് പലയിടത്ത് പാർക്ക് ചെയ്തിട്ട് ഈ ഓസിന്ന് ഇങ്ങനെ വെള്ളം ചീറ്റിക്കുക, അതന്നെ 7 ഓസിന്ന് വെള്ളം ചീറ്റിക്കുക, അത് സൈമൾട്ടേനിയസ് ആയിട്ട് അതേ തോതിൽ ഡയറക്ടർ ശ്രദ്ധിക്കുക, അതിനൊപ്പം തന്നെ ക്യാമറമാൻ ഫുള്ള് കവർ ചെയ്തിട്ട് പ്ലാസ്റ്റിക് കവറിനകത്തിരുന്ന് ഷൂട്ട് ചെയ്യുക, അതൊക്കെ നമ്മൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. അത് വർക്കൗണ്ടാണ്. പിന്നെ മാത്രമല്ല മലയാള ജനത ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ദുരന്തം അനുഭവിച്ചിട്ടുള്ള അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവർക്കും ആരെങ്കിലും. പിന്നെ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത് സുധീഷ് ചേട്ടനും ടൊവിയും ഒക്കെ ഞാനൊക്കെ അനുഭവിച്ചതിൻ്റെ 10 മടങ്ങ് 100 മടങ്ങൊക്കെയാണ് ടൊവിയും സുധീഷ് ചേട്ടനും അനുഭവിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായത് നമ്മൾ അങ്ങനെ പറയാൻ പോലും പാടില്ലായിരുന്നു. ജൂഡ് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പടം. എനിക്കത് നമ്മളിപ്പോൾ എന്താ പറയുക, എത്ര വലിയ ഡയറക്ടർ ആണെങ്കിൽ ആ പടം എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. ഹായ്, ഹലോ, നമസ്കാരം. സൈനസുഡ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. C5ന്റെ ഏറ്റവും പുതിയ വെബ് സീരീസ് ആയിട്ടുള്ള കാസർഗോഡ് എംബസി എന്ന ഏറ്റവും പുതിയ വെബ് സീരീസിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്നെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സീരീസിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 5 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ സിനിമ കാത്തിരിക്കുന്ന പോലെ തന്നെയാണ് പുതിയ വെബ് സീരീസ് എന്താ വരുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. സോ എന്താണ് കാസർഗോഡ് എംബസി ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്? അല്ല, ആകാംക്ഷയോടെ ഞങ്ങളും കാത്തിരിക്കുകയാണ് വെബ് സീരീസ്, പ്രത്യേകിച്ച് കാസർഗോഡ് എംബസി കാണാനായിട്ട്. കാരണം എങ്ങനെ വന്നു അറിയട്ടെ. നമ്മളൊക്കെ അഭിനയിച്ചു പോയി, ശരിയാണ്, ഡബ് ചെയ്തു, വെയിറ്റിംഗ്, നമ്മൾ ടോട്ടാലിറ്റി അറിയില്ലല്ലോ എന്താന്നുള്ള കാര്യം. നമ്മൾ നമ്മളെ തന്നെ പകർത്തി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. സംഭവം കണ്ടിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാന്നുള്ളതാണ് വേണ്ടത് അല്ലേ. ശരിയാണ്. പക്ഷെ എന്തായാലും തിയേറ്റർ അല്ലാത്തൊരു സമാധാനമുണ്ട്, കാരണം വീട്ടിൽ നിന്നാണല്ലോ കാണുന്നത്. പൊതുവെ ഈ കാസർഗോഡ് ഭാഷ പറയാനും മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. സോ നിങ്ങൾ 5 പേരും വളരെ നന്നായിട്ട് തന്നെ കാസർഗോഡ് ഭാഷ കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമയിൽ നിന്നാണ് വെബ് സീരീസിൽ. പറയാനില്ല, കാസർഗോഡ് ഭാഷ സ്ലാങ് ആണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഓരോരുത്തർ ഓരോ രീതിയിൽ അത് കൈകാര്യം ചെയ്തത്. ദീപുവാണ് ഇതിനകത്ത്. നമ്മളിപ്പോ ദീപു മറ്റേ കണ്ണൂർ സ്കോറിലും കാസർഗോഡ് സ്ലാങ് ആണ് പിടിച്ചിരിക്കുന്നത്. ദീപക് പിന്നെ ഇതില് സ്ലാങ് ഒന്നും പിടിച്ചിട്ടില്ല. പിന്നെ കാസർഗോഡ് എന്ന് പറഞ്ഞ സിനിമയിൽ കുറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. ദീപക് സാധാരണ സ്ലാങ് പിടിക്കാനാ ബുദ്ധിമുട്ടാണ്. കാസർഗോഡ് കുഴപ്പമില്ല. ഇല്ല, കാസർഗോഡല്ല, ഞാൻ പയ്യന്നൂർ ഭാഗത്തൊക്കെ ആയതുകൊണ്ട് കാസർഗോഡ് അങ്ങനെ വലിച്ചിരുന്നില്ല. എണ്ണൂർ ഏകദേശമൊക്കെ പയ്യന്നൂർ ഭാഗത്തൊക്കെ ആണെങ്കിൽ കേട്ട് പരിചയമുണ്ടാവും ഇടക്കിടക്ക്. അവരെ മറ്റേ ഇവൻ പറയുന്ന പോലെ, അബു പറയുന്ന പോലെ അത്രയും മനസ്സിലാവാത്തത് പറയാൻ അറിയില്ല. അല്ല, അബു പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവില്ല. അത്ര വൃത്തിയില്ലെന്നാണ് പറഞ്ഞു വരണം തോന്നുന്നു. ഇപ്പൊ നമ്മള് കൂട്ടത്തിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളാണല്ലോ. അതെ, അപ്പൊ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അവന്റെ ഡയലോഗ് തന്നെ മര്യാദയ്ക്ക് പഠിച്ചു.
ഭാഷയോട് ഹെൽപ്പ് ശരിക്കും എങ്ങനെയുണ്ടായിരുന്നു പറയൂ. എന്ത്? ഭാഷ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അവിടെ സുധീഷ് അല്ല സോറി ശ്രീതേട്ടൻ ഉണ്ടായിരുന്നു അവിടെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ. സോ ആളാണല്ലോ ഞാൻ അപ്പോൾ ഭാഷയിൽ ഹെൽപ്പ് ചെയ്ത നമ്മുടെ റൈറ്റർ ഹീരജ്, അതുപോലെ തന്നെ നമ്മുടെ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് നിന്നുള്ള ഡയറക്ടറിൻ്റെ ഫ്രണ്ട് അത്തിഷ് നവാഗതനാണ്, മൂപ്പരുടെ സുഹൃത്താണ്. മൂപ്പര് കാസർഗോഡുകാരനാണ്. അപ്പോൾ ഈ ശ്രീജിത്ത് ആണ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. തൊട്ട് മുമ്പായിട്ട് തന്നെ ഇത് കാര്യം ഇതെങ്ങനെയാണ് പറയേണ്ടത്, എൻ്റെ ഒരു പരിപാടി വായിക്ക് പകരം ബാ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ഇങ്ങനെയാണ് എൻ്റെ പരിപാടി മറ്റങ്ങനെ കുറച്ച്. അതായത് എന്താ സംഭവിച്ചാൽ ഈ കാസർഗോഡ് സ്ലാങ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പടത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് മാക്സിമം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കും. അത് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ഏത് സീൻ ചെയ്യുമ്പോഴും. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുണ്ടാവും അവനാണ്. കാരണം എന്താ അറിയോ, ഇമോഷണൽ ചെയ്യുമ്പോൾ അവന് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, അവന് പറഞ്ഞാൽ മതി. കാരണം ഓൾറെഡി അത് വരും, കാസർഗോഡ് സ്ലാങ് വരും. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ അതും ശ്രദ്ധിക്കണം, ഇമോഷൻ ശ്രദ്ധിക്കണം, അതല്ല. പിന്നെ കുറച്ചൊക്കെ ഡബിങ്ങിൽ ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കും. എങ്കിലും അങ്ങനെ ഒരു ചലഞ്ചാണ് അത് ആക്ച്വലി. ഭാഷയായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇമോഷൻ ചിലപ്പോൾ ഭാഷയിൽ കോൺഷ്യസ് ആയി കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഫീലിംഗ് മാറിപ്പോകും. റോണി ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. റോണി ആക്ടിങ് സമയത്ത് ഭാഷ അത്ര ശ്രദ്ധിച്ചില്ല, ഇല്ലെങ്കിൽ അഭിനയിച്ചു. ഇത് ഡബിങ്ങിൽ പിടിച്ചു ഗംഭീരാക്കി. അതല്ലേ സത്യം, കുറച്ചൊക്കെ അങ്ങനെയാ. പിന്നെ എന്തായിരുന്നു വെച്ചാൽ ഇവരെന്തോ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇയാളൊരു വരുത്തനാണ്, ഇയാളെ കോട്ടയത്ത് നിന്നുള്ള പണ്ട് ഇയാളുടെ അച്ഛനമ്മയായിട്ടൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കേണ്ടത് ഇങ്ങനെ ഓരോ അത് ഭാഷ കിട്ടാത്തോണ്ട് അങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഇവര് രണ്ടുപേരും ഏതാണ്ട് എനിക്ക് സിബ്ലിങ്സിനെ പോലെ ഏതാണ്ട് ഫേസ് കട്ടൊക്കെ ഒരുപോലെ ആയിട്ട് തോന്നിയത്. ഈ ട്രെയിലർ കാണുമ്പോഴും അതാ തോന്നിയത്. ഇനി ചേട്ടൻ അനിയനാണോ ശരിക്കും സീരിയസിൽ എന്ന് തോന്നിപ്പോയി. ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തന്നെ മാറിപ്പോയി. ഞാൻ ഫസ്റ്റ് ദിവസം ഇവനെ കണ്ടിട്ട് മറ്റൊരാന്ന് വിചാരിച്ചു. അല്ല, ഫസ്റ്റ് ഇവനെ കണ്ടു, രണ്ടാം ദിവസം കണ്ടപ്പോ ഇവൻ പറഞ്ഞു പറഞ്ഞത് വിചാരിച്ചു മറ്റേ പട്ടണ പ്രവേശനത്തിലെ മറ്റേ സൈക്കിൾ സീനാണോ? എവിടെ നാട് നല്ല ദൂരമുണ്ട്, കുഴപ്പമില്ല. ശിവൻ കൊച്ചി കാസർഗോഡ് രണ്ടറ്റങ്ങളിലാണ്. ഇന്ന് കാലത്ത് നമുക്ക് വേറെ ഫ്രണ്ട് നമ്മളതിനെ മറ്റേ വിയറ്റ്നാമിൽ പോയിട്ട് അവരാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഹോട്ടലിലെ ഒരു ബോയ്. ഈ ഭാഗം മാത്രം വേറെ, മറ്റേത് ഡിറ്റോ ഗോവിന്ദ്. ഗോവിന്ദിന്റെ അതെന്ന് വെച്ചാൽ ബാലി ബാലി ബാലി. ഞാൻ പറഞ്ഞോടാ ഒരു സഞ്ചാരിയാണ്. ഞാൻ പറഞ്ഞോടാ പട്ടണ പ്രവേശമാണോ എനിക്ക് സംശയമുണ്ട്. ഇല്ല കേട്ടാ, വെറുതെ ഇരിക്കും, തമാശ കളിക്കില്ലെന്നൊക്കെ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞാണ്. എപ്പോഴെങ്കിലും ഇവരൊക്കെ വെച്ചിട്ടൊരു മാസ് റീൽ പരിപാടി പ്ലാൻ ഉണ്ടോ? അതിനുള്ളൊരു ഗ്യാപ്പ് ഞാൻ കിട്ടിയില്ല. കാരണം ഞങ്ങള് തട്ടിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ, കാരണം വെച്ചാൽ നമ്മളതൊരു കറക്റ്റ് ഒരു പല ഇടങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കറക്റ്റായിട്ടൊരു സമയം പരിപാടി ഇതായിരുന്നു. സമയം ഉണ്ടായില്ല, അതാണ് സത്യം. അല്ലെങ്കിൽ മില്യൻസ് പോയി. നമുക്കിത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസറെ നമ്മൾ രക്ഷപ്പെടുത്തണ്ടേ, പെട്ടെന്ന് തീർക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ആക്റ്റീവായിട്ട് നിന്നു. 3 ദിവസം കൊണ്ടൊക്കെ 100 സെന്റ് എടുത്തിട്ടുണ്ടല്ലോ. ഒരു മയത്തിലൊക്കെ അത്രയൊന്നുമില്ല പറയാ. സുധീഷേട്ടൻ കുറേ സീൻ ഡബ് ചെയ്തിട്ടില്ല, കാരണം അടുത്ത സീസണിൽ വെച്ചിരിക്കുക. ഇപ്പം ഇതിനു മുമ്പ് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ പോലീസ് ക്യാരക്ടർ കണ്ടിട്ടുണ്ട്. പക്ഷെ ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്കൊരു സ്റ്റാർ മെറ്റീരിയൽ ഫീൽ ഉണ്ടല്ലോ. നായകൻ വരുന്നു, ആ ഫീല് ശരിക്കും കിട്ടിയത്. ചെയ്തിട്ടുണ്ടല്ലോ, നായകനായിട്ട് പടങ്ങൾ ചെയ്തിട്ടില്ല നീ? അത് പറയേ, ഒന്നും ഓടിയില്ല. അല്ല അത് വേറെ കാര്യം. പക്ഷെ കുഴപ്പമില്ല, തിയേറ്ററില്ലാത്ത കുഴപ്പമില്ലല്ലോ. അല്ല, ടെൻഷൻ വേണ്ടെന്ന് പറയാ, അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് കണക്ട് ചെയ്തു കേട്ടോ. അതിനുമുമ്പ് ഒരു ഹാർഡ് വർക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ട് ശരിക്കും? കാരണം പ്രിപ്പറേഷൻ പൂർണ്ണമായിട്ട് പടത്ത് ഈ സീരീസിന് തൊട്ട് വരണേക്ക് മുമ്പ് തന്നെ വാർക്കപ്പണിയായിരുന്നു എൻ്റെ വീട്ടിൽ. എൻ്റെ സിമെന്റ് നന്നായിട്ട് തേപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ പണികൾ അവൻ നന്നായിട്ട് പേഴ്സണലി നോക്കിയിരുന്നു. പിന്നെ അവൻ്റെ വയറിങ്, പിന്നെ പ്രൈമർ, പുട്ടി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഭയങ്കരമായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. പറഞ്ഞു കൊടുക്കടാ കറക്റ്റായിട്ട്. ശരിക്കും ഒരു വീട് നടക്കായിരുന്നു, കഴിഞ്ഞിരിക്കുന്നു ലാസ്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ പ്രിപ്പറേഷൻ. എൻ്റെ അടുത്തൊരു, ഞാൻ പേര് പറയാൻ പറ്റില്ല, ഇതാണ് എൻ്റെ പ്രശ്നം. ഒരു ആക്ടർ ഇങ്ങനെ, നമ്മുടെ ഫീമെയിൽ ആക്ടർ ഒരു പടത്തിൽ ഇങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് പറഞ്ഞു, ചേട്ടാ
ബ്രേക്ക് വേണം കേട്ടോ, എനിക്കിപ്പോൾ ഒരു മൂഡില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു അല്ല ഇവരെന്ത് അറിഞ്ഞ് ചെയ്യാത്ത എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്കങ്ങനെ പ്രത്യേകിച്ച് പ്രാരാബ്ദങ്ങളോ ലോഡൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചു. ഇല്ല ഏട്ടാ. ഞാൻ പറഞ്ഞു ഇടയ്ക്കൊരെണ്ണം എടുത്താൽ നമുക്ക് ഈ മൂടൊക്കെ തന്നെ വന്നോളും. അല്ലാണ്ട് നമ്മളിപ്പോ ആ സമയത്ത് കട്ട് ചെയ്യുക ഞാൻ പോട്ടെ കുറച്ച് കാറ്റ് കൊള്ളട്ടെ എപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് 10 നടക്കുന്നു. അല്ല ഇതിനല്ല, വേറൊരു പടം നമ്മൾ ചെയ്യുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു പേര് എനിക്ക് ഓർമ്മയില്ല. ഇപ്പം ഒരുപാട് റിലീസിന്റെ സമയമാണല്ലോ ഇത്. ഇപ്പം സുധീഷേട്ടൻ്റെ ഒരുപാട് സിനിമകളുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ഹിറ്റ് സിനിമകൾ ഒരുപാട് സിനിമകളുണ്ട്. വീണ്ടും ഈ സിനിമ തിയേറ്ററിൽ വരണം, തിയേറ്ററിൽ ഇത്ര ആളുകൾക്കുള്ളിൽ നിന്ന് സിനിമ കാണണം, അങ്ങനെ തോന്നുന്നൊരു സിനിമയുണ്ടോ? അല്ല റീ റിലീസ് വന്നോട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. ഓടാത്ത കുറെ പടങ്ങളുണ്ടല്ലോ, അത് വീണ്ടും വന്നിട്ട് ഓടി കിട്ടിയ സമാധാനം. സത്യം. അല്ല ചില സിനിമകളുടെയൊക്കെ മഹത്വം പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക. ആ സമയത്ത് ചിലപ്പോൾ അത് ഓടണമെന്നില്ല. ഉദാഹരണത്തിന് ദേവദൂതൻ ആ സമയത്ത് അത്രത്തോളം ഹിറ്റായിരുന്നില്ലല്ലോ. പിന്നെ ഇപ്രാവശ്യം വന്നതും ഭയങ്കര ഹിറ്റായില്ലേ. ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ അത് പറ്റുള്ളൂ, ചെറിയ പടങ്ങളൊന്നും പറ്റില്ല. പറയാം അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റിലീസ് വരുമ്പോൾ ഒന്നുകൂടെ ഒരു സുഖമാണ്. ആൾക്കാരുടെ ഓളവും അങ്ങനെയുള്ള സിനിമകളല്ലേ റിലീസ് ഉണ്ടാവുന്നുള്ളൂ. ഒരു ഓളം വരുന്ന സിനിമകളല്ലേ ഉണ്ടാവുന്നുള്ളൂ, ആഘോഷിക്കാൻ പറ്റിയ. ഇപ്പൊ വടക്കം വീരകഥ വന്നപ്പോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അന്നും ഹിറ്റ് എന്നൊക്കെ പറഞ്ഞ സ്ഫടികം വലിയേട്ടൻ വന്നു. ദീപകിന് പിന്നെ റിലീസ് ചെയ്യാൻ സമയമായിട്ടില്ല, കുറച്ച് കഴിയണം. ഇപ്പൊ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെയുള്ള സമയത്ത് കുറേ കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കും. അതായത് പ്രത്യേകിച്ച് ഈ പഴയ സിനിമകളുടെ ഭാഗമായിട്ടുള്ള ആളുകളിൽ നിന്ന് പല എക്സ്പീരിയൻസും പല കഥകളും പുതിയതായിട്ട് നമുക്ക് കിട്ടുമല്ലോ. സോ ഈ രണ്ടുപേരിൽ നിന്ന് നിങ്ങൾ മൂന്നുപേരും പഠിച്ചൊരു കാര്യം എന്താ? ഞാൻ സുധീഷേട്ടന്റെ സീനിയോറിറ്റി ഞാൻ എന്തേ പറഞ്ഞു. ഞാൻ മറ്റേ ചോദിച്ചിട്ടുള്ളത് മണിച്ചിത്ര താഴെ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ സീക്വൻസുകളെ കുറിച്ചിട്ടൊക്കെയാണ്. അതിൽ ഇന്നലെ വരെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല വെള്ളത്തിലേക്ക് ചാടുന്ന ഒരു സീനിൽ ലാലേട്ടൻ പേടിച്ചു പോയല്ലോ എന്നൊക്കെ പറയുന്ന സാധനമില്ല. പക്ഷെ കാണാനും ഭയങ്കര രസമാണല്ലോ പുള്ളി ആ ഒരു സ്പോട്ടിൽ അത്രയും രസമായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പം പിന്നെ പല ഡയറക്ടേഴ്സ് ചെയ്തതിൻ്റെ ആ പടത്തിന് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. കുറേ സംവിധായകരുണ്ടായിരുന്നു. മറന്നുപോയി ഈ പേരുകളൊക്കെ പറഞ്ഞിട്ട് അത് വിട്ടുപോയി. താങ്കൾ റൈറ്ററാണോ ചോദിക്കുന്നു? അല്ല നമ്മളെ മറ്റേ ഇപ്പുറത്ത് ഫാസിൽ സാർ ഒരു യൂണിറ്റ് മൊത്തം സാർ തന്നെയായിരുന്നു. മറ്റേ യൂണിറ്റിലാണ് ആളുകൾ മാറി മാറി ഇങ്ങനെ വന്നത്. ആദ്യമായിട്ട് നിങ്ങൾ പാസ്പോർട്ട് എടുക്കുന്ന എപ്പോഴാ ലൈഫില്? ഇങ്ങനെ സിനിമയുടെ പരിപാടി കൂടിക്കഴിഞ്ഞപ്പോ വൈഫ് ഇങ്ങനെ പറഞ്ഞു നമുക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് MOH എന്നുള്ള പരിപാടിയുണ്ട്. അപ്പോൾ MOH ആണ് കൂടുതൽ ഗൾഫിലേക്ക് സിസ്റ്റർമാരെയും ഡെന്റിസ്റ്റുമാരെയും ഡോക്ടർമാരെയൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി, പുള്ളിക്കാരത്തിയും എഴുതി. അപ്പോൾ ഞാൻ പാസ്സായി, പുള്ളിക്കാരത്തി തിയറി പാസ്സായി, പ്രാക്ടിക്കൽ കിട്ടിയില്ല. അപ്പോൾ അന്ന് അത് പാസ്സായി കഴിഞ്ഞപ്പോഴാണ് ഇതാദ്യമായിട്ട് ഈ പരിപാടി എടുക്കണം എന്നുള്ള, എടുത്തേ പറ്റൂ, ഇനി ഇവിടെ നിന്നിട്ട് ഈ സിനിമ എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റില്ല എന്നുണ്ട്. അങ്ങനെയാണ് വീട്ടിൽ നിലരോട് പറഞ്ഞാൽ പാസ്പോർട്ട് എടുക്കണത്. അങ്ങനെയാണ് ഈ പ്രക്രിയ തുടങ്ങണത്. അതുകൊണ്ട് ഞാൻ അധികം ഇന്റർനാഷണൽ ട്രിപ്പ് അടിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല. അപ്പോൾ അങ്ങനെയാണ് ഇത് ആദ്യം എടുക്കുന്നത്. ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി തന്നെ ഗൾഫ് പ്രോഗ്രാമിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് 94 അങ്ങനെ എന്തോ 94 സിനി സർപ്രൈസ് 94 എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ പേര് അവിടെ ഗൾഫിൽ. സർപ്രൈസ് ആയി എല്ലാവരും. സർപ്രൈസ് ആയി വല്ലാണ്ട്. അപ്പോൾ അത് മണിച്ചിത്രത്താഴ് ഇറങ്ങിയ ആ സമയത്താ. അപ്പോൾ ആൾക്കാർക്ക് ആ പേര് വിളിക്കാനൊക്കെ ഭയങ്കര രസമാണല്ലോ ആ സമയങ്ങളിൽ. ഏത് പേര്? കിണ്ടി. അതെ അതെ. അപ്പോൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ തന്നെ ആ പേരൊക്കെ വിളിച്ച് തമാശയൊക്കെ ആക്കി. അങ്ങനെയാണ് ഫസ്റ്റ് പാസ്പോർട്ട് എടുക്കുന്നത് എൻ്റെ. നിങ്ങളെപ്പോഴാ? ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെ പോകാൻ വേണ്ടി എടുത്തതൊന്നുമല്ല, പാസ്പോർട്ട് എടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത. അങ്ങനെ എടുത്താണ് എന്റെ പാസ്പോർട്ട്. അതില് ഫസ്റ്റ് പാസ്പോർട്ടിൽ അമേരിക്ക US വിസ ഉണ്ടായിരുന്നു. മറ്റേ അത് പോകാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഒറ്റമുറി വെളിച്ചം എന്ന് പറയുന്ന സിനിമ അവിടെ ഫിലിം ഫെസ്റ്റിവലിന് പോയ സമയത്ത് US വിസ. പക്ഷെ അത് എക്സ്പയർ ആയിട്ടില്ല, 1 വർഷം കൂടി ഉണ്ട്. US വിസ അല്ലേ? 10 വർഷത്തേക്ക് കിട്ടിയിരുന്നു, 2 വർഷം കൂടി ഉണ്ട്. ഈ കാസർഗോഡ് ഇവർ വന്ന സമയത്തെ, കാസർഗോഡിന്റെ സ്വന്തം ആളാണല്ലോ, കാസർഗോഡിലെ ഫുഡ്, സ്ഥലങ്ങള് ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവോ? കൊണ്ടുപോയില്ല. ഗ്യാപ്പ് കിട്ടിട്ടില്ല. കാസർഗോഡ് വന്നാ കഴിക്കേണ്ട ഒരു ഫുഡ് പറഞ്ഞുതരൂ.
അല്ല അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഹെർബൽ ചിക്കൻ ഹെർബൽ ചിക്കൻ അടിപൊളിയല്ലേ? അങ്ങനെ കുറെ ഐറ്റംസ് പിന്നെ നമ്മുടെ മറ്റേ പൊറോട്ട ബീഫിന്റെ കരുത് പള്ളിക്കറിയാ പള്ളിക്കറി പള്ളിക്കറി അടിപൊളി. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ബണ്ണും സാമ്പാറും ട്രൈ ചെയ്യാം. ബണ്ണ് സാമ്പാറോ? അതൊരു ബണ്ണില്ലേ ഗോലി ബജ, ബൺസ് ഓക്കെ. അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഓരോന്നായിട്ട് ട്രൈ ചെയ്തിട്ട് പിന്നെ ഈ കാസർഗോഡ് ഭയങ്കര ഗോവയിൽ ഫുഡിന്റെ കാര്യം എന്താ പറയുക? ഇപ്പൊ ഇങ്ങനെ സെലിബ്രിറ്റീസ് പറയുന്ന ഫുഡുകൾ തേടി ഞങ്ങൾ യാത്ര ചെയ്യും, എന്നിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കും. അതിപ്പോ ഒരു ട്രെൻഡാണല്ലോ. നിങ്ങൾ കഴിച്ചിട്ടുള്ള ഒരു റെസിപ്പി പറയും അല്ലെങ്കിൽ ഫുഡ് പറയും, അത് നമ്മൾ പോയി തേടി കഴിക്കും. അങ്ങനെ ഒരു ഫുഡ് ഐറ്റം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെയൊന്നുമില്ല, പോകുന്ന സ്ഥലത്ത് അവിടെ ഏതാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് കഴിക്കാനായിട്ട് അവിടെ പോയിട്ട് കഴിക്കുന്ന പരിപാടി ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇല്ല. നമ്മള് പിന്നെ അവിടെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനൊക്കെ ഫുഡിന്റെ ആസ്ഥാന സ്ഥലത്തെ ജീവിക്കുന്നത് പോയി കോഴിക്കോട്. കോഴിക്കോട് എല്ലാരും ഇങ്ങോട്ട് വരിക ചെയ്യുക കോഴിക്കോട്ടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. ശരിയാ. ഇപ്പൊ പെരുന്നാളും കൂടി പക്ഷെ അപ്പൊ നമുക്ക് സംബന്ധിച്ചിടത്തോളം വെറൈറ്റി ഇഷ്ടം. പുറത്തൊക്കെ പോകുമ്പോൾ തമിഴ്നാട് പോകുമ്പോൾ അതിൻ്റെതായ ഈ മട്ടൺ പരിപാടികളൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം തമിഴ്നാട്. മട്ടൺ ബിരിയാണി ആണെങ്കിലും മട്ടൺ കറി ആണെങ്കിലും ഒക്കെ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അതാണ് കൂടുതൽ താല്പര്യം. കോഴിക്കോട് നിങ്ങൾ ചാമ്പ്യൻസിൽ പോയിട്ടുണ്ടോ? ചാമ്പ്യൻസ് ഇല്ല, പോയിട്ടില്ല. അത് പോണോ കേട്ടോ, അത് പോയില്ല. ചാമ്പ്യൻസ് ഒന്നും പോലാണ് നിങ്ങൾ എന്താ ചാമ്പ്യൻസ് പോയിട്ട്? ആളും ഫുഡിന്റെ ആളാണല്ലോ. മറന്നുപോയി. ഫുഡിന്റെ ആളായിട്ടല്ല, ഞാൻ കാലത്ത് ഒരു പടത്തിന്റെ പരിപാടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ഒരു ചായ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ചേട്ടൻ പറഞ്ഞു അവിടെ പോയി കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മുകളിൽ നമ്മുടെ നെയ്മീൻ ഇങ്ങനെ കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചിട്ട് ഇങ്ങനെ ഒരു നിരയിൽ 5 എണ്ണം, അടുത്തുള്ള 5 അങ്ങനെ ഒരു കണ്ടുകൊണ്ട് നമുക്ക് കാണാം നേരെ അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ വേറൊരെണ്ണത്തിലാണെന്നുണ്ടെങ്കിൽ നിറയെ ഒരു ചട്ടിക്കകത്ത് മീൻ മുട്ട, വേറൊരിടത്താണെങ്കിൽ പൊറോട്ട, വേറൊരിടത്ത് ബീഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 5:30 മണി 6 മണിക്കാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ നെയ്മീൻ ഇങ്ങനെ മറിച്ചിട്ട് അടുത്ത് അപ്പോൾ അടുത്ത് ഞാനിങ്ങനെ ചായ കുടിക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും കഴിക്കണോ? അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നെയ്മീൻ ഇങ്ങനെ വെറുതെ കിടന്നിങ്ങനെ ഉരിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ പിന്നെ ആയിക്കോട്ടെ നെയ്മീൻ കഴിച്ചു, ഒരു പൊറോട്ട കഴിച്ചു, അടിപൊളി. അത് വലിയ ഹോട്ടലല്ല, ചെറിയ ഹോട്ടലാ. അത് അങ്ങനെയുള്ള സ്പെഷ്യൽ. ഒരു 8 മണി കാലത്ത് മുതൽ പിന്നെ അങ്ങോട്ട് 4-5 മണി നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ചന്ദ്രന്റെ ചായക്കടയുണ്ട്, എടയില ഹോട്ടലുണ്ട്. എടയില ഹോട്ടൽ അങ്ങനെ ഒരു പേര് ഭയങ്കര ഫേമസ്. എടയില ഹോട്ടൽ ഇതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്ഥലം. ഇതുപോലെ എടയില ഹോട്ടൽ. ഈ നിങ്ങളിപ്പോൾ സെലിബ്രിറ്റീസിനോട് പൊതുവെ ആൾക്കാരോട് ചോദിക്കും, ഇപ്പം അവർ ചിലപ്പോൾ സിനിമകൾ ചെയ്യുന്നുണ്ടാവും, റിലീസിനായിട്ട് കാത്തിരിക്കുകയായിരിക്കും. ഇപ്പം ഹിറ്റ് സംഭവിക്കും, ചിലപ്പോൾ ഹിറ്റ് സംഭവിക്കില്ല. അപ്പോൾ ആളുകൾ എപ്പോഴും ഈ സിനിമ അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ ചെയ്യുന്ന ഇപ്പോഴും കാഷ്വലി ആളുകൾ ചോദിക്കാറുണ്ട്. സിനിമ ശരിക്കും ജോലിയായിട്ട് ആൾക്കാർ കണ്ടു തുടങ്ങിയോ? എന്റെ അമ്മമ്മേനോട് ചോദിച്ചിട്ടുണ്ട് കല്യാണത്തിന്റെ സമയത്ത്, എടാ ഇത് സിനിമയിൽ വേറെ പണിയൊന്നും എങ്ങനെ കല്യാണം കഴിക്കല് അമ്മമ്മ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് എല്ലാരും ചോദിക്കാറുണ്ട്. പിന്നെ ഈ മറ്റേ ആരുടെയും കുറ്റമല്ല, ഈ പൊതുവെ എല്ലാവർക്കും ഒരു മിഥ്യാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമ എന്നുള്ള സംഭവം നമ്മൾ എവിടെയാ, ഞാൻ ഇവിടെ പഞ്ചായത്ത് ഓഫീസല്ലേ അല്ലെ കോർപ്പറേഷൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഡെയിലി കിട്ടില്ല ഈ സാധനം. ഈ സിനിമ എന്നുള്ളത് നമുക്ക് ഡെയിലി 365 ദിവസം എനിക്ക് വേണത് മമ്മൂക്കൻ ലാൽ സാറും കൂടി വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് കാരണം വെച്ചാൽ അവരെന്തായാലും ഗ്യാപ്പ് വ്യത്യാസം അവര് ഗ്യാപ്പ് ഇടും, നമ്മള് ഗ്യാപ്പ് വരുന്നതാണ്. നമ്മൾ ഈ ഇറങ്ങുന്ന സമയത്തെ എന്താ ഇവിടെ അല്ലെ വീടിന്റെ അടുത്ത് അപ്പൊ സിനിമയൊന്നും ഇല്ലേ, നമ്മൾ വഴിയിൽ ഇപ്പൊ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. വഴിയിൽ അല്ല എവിടെ കണ്ടാലും പൊതുവെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. അല്ല അവര് സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷെ നമുക്കിത് ഈ കൂടെ പലരും വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഇപ്പൊ ഒന്നും കാണാറില്ലല്ലോ, ഉറക്കെ ചോദിക്കും ആൾക്കാർ മുമ്പിൽ വെച്ചിട്ട്. ഇപ്പൊ ഒന്നും കാണാറില്ലല്ലോ, എവിടെ പോയി കാണുന്നില്ലല്ലോ ചോദിക്കും. ഞാനിപ്പോ അടുത്ത് ചോദിക്കുന്ന ചിലപ്പോ സിനിമ കണ്ടിട്ട് കാലം കുറെ ആയിട്ടുണ്ടാവും തിയേറ്ററിൽ പോയിട്ട്. അതുകൊണ്ട് ശരിയാ. നിങ്ങളിപ്പോ പുതിയ 2 കുട്ടികളാണല്ലോ, അപ്പൊ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് എന്റെ പ്രായം നോക്കുമ്പോ അവരെനിക്ക് കുട്ടികളാ, ചെറിയ ആൾക്കാരെ. ഇവന് എത്ര വയസ്സായെന്ന് വിചാരിക്കുന്നത്? ഒരു 24 ആയിരുന്നു 2015. 24 ചിരിക്കുന്നത് എത്രയാ? 27 ഓക്കെ ബൈ. കോവിഡിന് മുമ്പുള്ള പ്രായമല്ലേ ചോദിച്ചു? കോവിഡിന് ശേഷം 24 കറക്റ്റ്. ഓക്കെ. ഇപ്പൊ നോക്കി സിനിമയിൽ ഇതിനു മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ അങ്ങനെ
കൽബില് കണ്ടിട്ടില്ല, മിസ്സായ പടം, ഹിന്ദിത്തിന്റെ പടം. ആൻഡ് ഇപ്പൊ സിനിമ അഭിനയം ഇപ്പൊ സിനിമയിൽ എക്സ്പീരിയൻസ് ആകുമ്പോൾ ഇവരിപ്പോ പറയണല്ലോ സിനിമയെ കുറിച്ചൊക്കെ. അപ്പം സിനിമ എന്തായാലും നല്ല അവസരങ്ങൾ വന്ന സിനിമയിൽ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കണം, അങ്ങനെ തന്നെയാണ് മനസ്സിലായത്. അത് പിന്നെ അങ്ങനെയാ അല്ലേ? എല്ലാം ചേട്ടനോട് ചോദിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. ചേട്ടനാണ് മറ്റേ എല്ലാ കാര്യം ചോദിച്ച് മനസ്സിലാക്കി. സിനിമ ആണ്. ആ അതെനിക്ക് മനസ്സിലായി. ഓരോ ചോദ്യം അങ്ങോട്ട് നോക്കണം. റോണിനെ പേടിച്ചിട്ടാ ഉണ്ടായിരുന്ന സംശയം. നടുക്കിരുത്തണം, മാറ്റിയിരുത്തണം. എപ്പോഴും കഴിഞ്ഞ ഇന്റർവ്യൂവിൽ തൊട്ടടുത്ത റോണി പോയിരുന്നത് എന്തോ ചെയ്യുന്നുണ്ടോ സംശയം. ശരിക്കും അഭിനയം എന്ന് പറയുന്നത് പണ്ട് മുതലുള്ള ആഗ്രഹമാണോ? ആ അഭിനയം പണ്ടേ ചെയ്യുന്ന, സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ അവിടെ ഡ്രാമ എല്ലാം ചെയ്ത്. ആ നാണം വരുന്നവന്. നീ ചോദിക്കുന്നുണ്ടോ? ഇതൊക്കെ അവന്റെ ഹൈലൈറ്റുകൾ, ഇങ്ങനെയുള്ള റിയാക്ഷൻസും കാര്യങ്ങളും അല്ലേ? ഫാൻസ്. ഫാൻസ്. ആൻഡ് ഇപ്പം സിനിമ വരുന്നു, സിനിമ സംഭവിക്കുന്നു, നിങ്ങൾക്കൊക്കെ സിനിമ വളരെ ഇഷ്ടമാണ്. ഇപ്പം ചില സമയത്ത് നമ്മുടെ കയ്യിലേക്ക് വരുന്ന സ്ക്രിപ്റ്റുകൾ അത് ഗംഭീരമായിരിക്കും കരുതിയിട്ടായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ആക്ടേഴ്സിനായിരിക്കും അത് ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ബാലൻസ് ചെയ്യണേ? അല്ലെങ്കിൽ വീണ്ടും ഒരു സ്ക്രിപ്റ്റ് വരുമ്പം നിങ്ങൾ അതിൽ മികച്ചത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ശരിക്കും? എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, നായകന്മാരോട് ചോദിച്ചാൽ മതി. അത് സുധിച്ചേട്ടാ സ്ക്രിപ്റ്റിൽ സെലക്ഷൻ ഉണ്ടാവില്ല എന്തായാലും. എന്നെ ആദ്യം ഒരു സെലക്ട് ആയിട്ട് എന്നിട്ടില്ല സ്ക്രിപ്റ്റ് പറയുന്നു. അല്ല, സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്നുള്ളതല്ല. കാരണം ഹീറോ വേഷങ്ങൾ അങ്ങനെ പൊതുവെ വളരെ അപൂർവമല്ലേ ചെയ്യാറുള്ളൂ. അപ്പോൾ ക്യാരക്ടർ റോൾസ് അല്ല കൂടുതൽ വിളിക്കുക. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളത് ചെയ്യും. അതല്ലേ ചിലപ്പോൾ നമുക്ക് പറ്റില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഒഴിവാവും. അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാ നല്ലത് ഏതാ മോശം ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ തരം സിനിമകളും ഇറങ്ങുന്നുണ്ടല്ലോ. എല്ലാവരും നല്ല നല്ല സിനിമകൾ ഉദ്ദേശത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. അവരുടേതായ കാഴ്ചപ്പാടിൽ ആ രീതിയിലൊരു സിനിമ ചെയ്യുന്നു, മറ്റേ വേറെ രീതിയിൽ സിനിമ ചെയ്യുന്നു. അതിലിപ്പോൾ നല്ലത് മോശം ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. അത് ഓടുന്നത് ഒക്കെ വ്യത്യാസമുണ്ട്. അതാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പലരും. ഞാൻ ചെയ്തൊരു ഇപ്പം മോശം സിനിമ, തിയേറ്ററിൽ ഓടാത്തൊരു സിനിമ, ഞാൻ ഒരു പ്രാവശ്യം ട്രെയിനിൽ വരുന്ന സമയത്ത്, അതായത് ഞാൻ ആ സിനിമയുടെ പേര് പറഞ്ഞിട്ട് അവരെന്നെ തിരിച്ചറിഞ്ഞ് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. എൻ്റെ അടുത്ത് കണ്ടപ്പോൾ പറഞ്ഞു ആ സിനിമയിൽ അഭിനയിച്ചല്ലേ എന്ന് വെച്ചു കുറേ മുന്നേ. ഞാൻ പറഞ്ഞു അതെ, അതിൽ ആ ഈ സീനൊക്കെ നന്നായി. ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? അതായത് ആൾക്കാർ കാണുന്നത് നമ്മൾ മോശം അങ്ങനെയൊന്നുമില്ല. ആൾക്കാർ ചിലവർക്ക് അത് വർക്കാവും. അത് പലരുടെയും അവാർഡ് സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആൾക്കാരും കാണാറില്ലല്ലോ. പക്ഷെ എത്ര അംഗീകാരങ്ങൾ ലഭിക്കുന്നുണ്ട് അതിന്, അല്ലേ? എത്ര. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ അതിൽ. അപ്പോൾ അതൊരു സിനിമയല്ലേ. അതേപോലെ തന്നെ എല്ലാ സിനിമകളിലും ഏത് ഓടും ഓടില്ല എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതല്ലേ, ഒരു അഹങ്കാരമായിട്ടല്ല. നമ്മൾ എന്നാലും ചെറിയൊരു ഭാവം അല്ല, ഭാവം എന്നല്ല, നമ്മൾ ഈ കേട്ടിട്ടുള്ളതിൽ നമുക്ക് ചില പടങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡബ് ചെയ്യണ സമയത്ത് ചില പടങ്ങൾ നമുക്ക് തോന്നും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ എക്സ്ട്രോർഡിനറി ആയിട്ട് തോന്നിയ സിനിമയാണ് ട്രാഫിക്. ഡബ് ചെയ്യണ സമയത്ത് എൻ്റെ ഫൈനൽ കുറച്ച് പോർഷൻസ്, ഇപ്പോൾ നമ്മൾ ശ്രീനിയേട്ടൻ ഇങ്ങനെ വണ്ടി തട്ടിക്കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ രണ്ടുപേർ വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ആ യാത്ര മുഴുവൻ കഴിഞ്ഞ് വന്നിട്ട് പുള്ളി ഇങ്ങനെ വിട്ടുകള, തല്ലുണ്ടാക്കുന്ന വിട്ടുകള, അതൊന്നും ഒരു മാറ്റർ അല്ല എന്ന് പറഞ്ഞ് പുള്ളി പറയുന്ന സാധനം നിവിൻ പോളി നിർത്തിയിട്ട് ആസിഫിനെ കയറ്റുന്ന ആ പരിപാടി, അങ്ങനെ പല പല ഇൻ്റർകട്ട്സ് കണ്ടപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാക്കിയത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടല്ലോ. എൻ്റെ പോർഷനിലാണ് ഈ പോർഷനാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പിന്നെ സായിച്ചേട്ടൻ അതുപോലെ തന്നെ വിനീതിൻ്റെ ഹൃദയം മാറ്റി വെക്കണമെന്ന് പറയുന്ന സമയത്ത് ഒരാൾ ജസ്റ്റ് ഇങ്ങനെ ഓവർലാപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മൈൻഡ് യു മാൻ ഹീസ് എ ഡോക്ടർ എന്ന് പറയുന്നുണ്ട്. ചില സായിച്ചേട്ടൻ്റെ അടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ പുള്ളി ഡോക്ടർ എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പരിപാടി ഈ പടത്തിനകത്ത് ഒരു എക്സ്ട്രോണറി സാധനമുണ്ട്. അന്നേരം രാജേട്ടന് ശരിക്കും പറഞ്ഞൊരു വിലയില്ല. അപ്പോൾ ആ പരിപാടി എനിക്ക് തോന്നി ഈ പടം ഒരു ഡിഫറെൻ്റ് ആയിരിക്കും എനിക്ക് തോന്നി. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. പിന്നെ അതുപോലെ തന്നെ സീനിയേഴ്സ്, ഞാൻ പടം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പല സാധനങ്ങളും നമുക്ക് അറിയാം ഇത് കൊളുത്തുള്ള സാധനമുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ആദ്യത്തെ സിനിമ ചെറിയ വേഷം ചെയ്ത് ചോക്ലേറ്റ്. ഇതിനെക്കുറിച്ച് എന്താ പറയുക? അപ്പോൾ ഇങ്ങനെയുള്ള ചില പടങ്ങൾ നമുക്ക് നന്നായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം സ്ക്രിപ്റ്റ് പറയുമ്പോൾ നല്ല തോതിൽ റിസർച്ച് നടത്തി, എന്നിട്ട് നല്ല തോതിൽ അവർ വർക്ക് ചെയ്തൊരു സ്ക്രിപ്റ്റ് ആയിട്ടെങ്കിൽ ഫീൽ ചെയ്തത്. അപ്പോൾ ആദ്യം ഒരു സിനിമയായിട്ടാണ് കൺസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെയാണ് വെബ് സീരീസിലോട്ട് മാറിയത്. അപ്പോൾ സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കാണാത്ത ഒരുപാട് പുതുമകളുള്ള ഒരു. അതുപോലെ 2018 പറഞ്ഞിരുന്നു. 2018 അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അല്ല, ഞാൻ ഇത്രത്തോളം ഹിറ്റാവും ഞാൻ വിചാരിച്ചില്ല. വലിയ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് അത് മാറിയല്ലോ. പടം നല്ല പടമായിരിക്കും, ഗംഭീരമായിരിക്കും എന്നൊക്കെ അറിയാം. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഗംഭീര ഷോർട്സും കാര്യങ്ങളൊക്കെയാണ്.
പക്ഷേ ഇത്രയും വലിയ ഹിറ്റായി മാറുന്നത് കാരണം ഒന്നാമത് മമ്മൂക്ക, ലാലേട്ടൻ അങ്ങനത്തെ ആൾക്കാരില്ലല്ലോ. ചെറുപ്പക്കാരുണ്ട്, ടൊവിനോക്കെ ഉണ്ട്, പക്ഷെ എങ്കിൽ കൂടെ ഇത്രയും വലിയ ഹിറ്റാവുന്നുള്ളൊരു ഞാൻ സുധീഷേട്ടൻ്റെ കാലത്ത് പക്ഷെ അത് മുൻകൂറായിട്ട് ഞാൻ ആ പടത്തിൻ്റെ എന്നും എൻ്റെ പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മലയാള സിനിമയിൽ ഒരു നാഴികക്കല്ലായിട്ട് മാറും. കാരണം വെച്ചാൽ എൻ്റെ ലൈഫിൽ 4 ലോറി കണ്ടിന്യൂസ് ആയിട്ട് പലയിടത്ത് പാർക്ക് ചെയ്തിട്ട് ഈ ഓസിന്ന് ഇങ്ങനെ വെള്ളം ചീറ്റിക്കുക, അതന്നെ 8 ഓസിന്ന് വെള്ളം ചീറ്റിക്കുക, അത് സൈമിൾട്ടേനിയസ് ആയിട്ട് അതേ തോതിൽ ഡയറക്ടർ ശ്രദ്ധിക്കുക, അതിനൊപ്പം തന്നെ ക്യാമറമാൻ ഫുള്ള് കവർ ചെയ്തിട്ട് പ്ലാസ്റ്റിക് കവറിനകത്തിരുന്ന് ഷൂട്ട് ചെയ്യുക, അതൊക്കെ നമ്മൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഇത്ര എഫേർട്ട് എടുത്തൊരു പടം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കാരണം എല്ലാത്തിലും ഇമോഷൻ ഉണ്ട്. ഇപ്പോൾ സുധീഷൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, ടൊവിയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, എൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു ഇമോഷൻ ഉണ്ട്. അപ്പോൾ അത് വർക്കൗണ്ടാണ്. പിന്നെ മാത്രമല്ല മലയാള ജനത ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ദുരന്തം അനുഭവിച്ചിട്ടുള്ള അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവർക്കും ആരെങ്കിലും ദീപക്കിൻ്റെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവസാനത്തെ ഔട്ട് എങ്ങനെ ഇവരെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും കാരണവശാൽ ചീറ്റിപ്പോയാൽ പോയില്ലേ. ഞാൻ പറയാൻ കാരണം പുള്ളി അത്രയും വർക്കിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടും സിനിമയെ കുറിച്ച് അറിയുന്നതുകൊണ്ടും ഒന്നുമില്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിയ ആളല്ലേ, അപ്പൊ അത്രയും എല്ലാ സിനിമകളും വാച്ച് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഡബ്ബ് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. എന്നപ്പോൾ ഞാനത് എനിക്ക് തോന്നുകയും ചെയ്തു. ഞാൻ മഴ കൊണ്ടിട്ട് ഞാനൊന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്, പ്രസ് മീറ്റിൽ ഞാൻ വെട്ടിത്തരം വിളിച്ചു പറഞ്ഞു. സത്യം പറയാൻ പേടിച്ചു പോയി, ഇതിൽ പറ്റിപ്പോകും ഇത്ര മഴ. പിന്നെ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത് സുധീഷേട്ടനും ടൊവിയൊക്കെ ഞാനൊക്കെ അനുഭവിച്ചതിൻ്റെ 10 മടങ്ങ് 100 മടങ്ങൊക്കെയാണ് ടൊവിയും സുധീഷേട്ടനും അനുഭവിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി നമ്മൾ അങ്ങനെ പറയാൻ പോലും പാടില്ലായിരുന്നുള്ളത്. ജൂഡ് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പടമാണ്. എനിക്കത് നമ്മളിപ്പോൾ എന്താ പറയുക, എത്ര വലിയ ഡയറക്ടറാണെങ്കിൽ ആ പടം എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. ഭയങ്കര കഴിവ്, അത് ഒന്നും പറയാനില്ല. എനിക്ക് ഭാഗ്യത്തിന് കിട്ടിയതാണ്. എനിക്ക് വേറെ ആർട്ടിസ്റ്റ് പോയി കഴിഞ്ഞിട്ട് ഞാനവിടെ കയറിയ ആളാണ് ലാസ്റ്റ് മൊമെൻറ്റ്. ഞാനായിരുന്നില്ല ക്യാരക്ടർ നീണ്ടത്. ഭയങ്കര ഭാഗ്യമാണ് ആ പടം. മലയാള സിനിമയ്ക്ക് അത്രയും ഗംഭീരമായിട്ടുള്ള പടമായിരുന്നു ശരിക്കും ഈ പറഞ്ഞതൊക്കെ തന്നെ. പറഞ്ഞു ആ പടത്തിന്റെ പ്രൊമോഷനായി പോയി. കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞ പടത്തിന് ഇപ്പോൾ ആതിഷ് എന്ന് പറഞ്ഞ ഡയറക്ടർ വരുമ്പോഴും ഉമ്മച്ചേച്ചി നമ്മളെ വിളിച്ച്, ഉമ്മച്ചേച്ചിയാണ് എൻ്റെ ഉമ്മനായരാണ് നമ്മളതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഉമ്മച്ചേച്ചി നമ്മളടുത്ത് പറയുമ്പോഴും ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞാലും ചേച്ചി നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും, നമ്മൾ വിചാരിക്കുന്ന ഒരു പെർഫെക്ഷൻ ഇല്ലാതെ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് റോണിയെ, നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ദീപക്കിൻ്റെ ഒരു പൊസിഷൻ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് വേറെ ചെയ്യുന്നു, സുധീഷേട്ടൻ ചെയ്യുന്നു, നമ്മുടെ ചെയ്യുന്നു. ഏറ്റവും ഫാസ്റ്റായിട്ട് അവർക്ക് പറ്റാവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ല അട്രാക്റ്റീവ് ടൈറ്റിലാണ് കാസർഗോഡ് എംബസി. സിനിമയ്ക്ക് പറ്റിയ ടൈറ്റിലാണ്. കാരണം ടൈറ്റിൽസിനൊക്കെ പ്രാധാന്യം ഉണ്ടല്ലോ. ചില ടൈറ്റിൽസ് കൊണ്ട് മാത്രം ചില ആൾക്കാർ സിനിമ കാണാൻ പോകില്ല. ഇപ്പൊ അങ്ങനത്തെ ചില ടൈറ്റിൽസ് ഒക്കെ ആണെങ്കിൽ ഇതൊരു അട്രാക്റ്റീവ് ട്രെയിലർ കാണുമ്പോൾ തന്നെ ഒരു സ്കാമൊക്കെ ഫീൽ ചെയ്യും. ഇപ്പൊ നേരത്തെ ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയാം, ഇപ്പൊ എന്തൊരു സ്കാം ഉണ്ട്, കുറെ തട്ടിപ്പൂരന്മാരുണ്ട്. തട്ടിപ്പൂരന്മാർ എവിടേക്ക് എങ്ങനെ ഓപ്പറേറ്റ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ് ദീപക്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ടെറൈനിൽ വർക്ക് ചെയ്യുന്ന വേറെ ചെറു തട്ടിപ്പുകളായിട്ട് നടക്കുന്ന ഒക്കെയാണ് മൂപ്പര്. അപ്പൊ ഞാനൊക്കെ സത്യസന്ധനാണ് ശരിക്കും പറഞ്ഞു. ഈ കൂട്ടത്തിൽ അതല്ല ഈ തട്ടിപ്പൊക്കെ ഇയാളുടെ സത്യമാണ് ഇയാളെ വിചാരം, ഇയാളെ ജോലി അതാണ്. അപ്പൊ അതൊരു തെറ്റായി തോന്നുന്നില്ലേ? അതൊക്കെ ഒരു ജീവിത ഭാഗമാണ്, ജോലിന്റെ ഭാഗമാണ്. അതിൽ തട്ടിപ്പെന്ന് പറയാൻ പറ്റൂല. സഹായം ഉറച്ച് വിശ്വസിക്കുന്നു, അതിൽ ഉറച്ച് വിശ്വസിക്കുക, സഹായം ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക്. മനസ്സിലായില്ലേ? സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, വില്ലേജ് രേഖ, ഗവൺമെന്റ് പേപ്പേഴ്സ് കൊടുക്കുന്നു. നന്മപ്രവൃത്തി ചെയ്തോണ്ടിരിക്കുക. ഇതൊക്കെ അവിടെ പോയിട്ട് നിന്ന് എത്ര സമയം നടക്കണം വില്ലേജ് ഓഫീസിലേക്ക്? വളരെ ഈസി ആയിട്ട് ചെയ്തു. നമ്മൾ വളരെ ഈസി ആയിട്ട് ഒരു പെട്ടെന്ന് ചെയ്ത് കൊടുക്കല്ലേ, ഹെൽപ്പാണ് ചെയ്യുന്നത്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതൊരു തെറ്റ്. അവസാനം അടി കിട്ടുമ്പോൾ വിവരം അറിയാതെ വേറെ കാര്യം, പക്ഷെ എന്നാലും. സോ നിങ്ങൾ ഈ പറയുന്ന സമയത്ത് തന്നെ ഈ കണ്ണൂർ എംബസി കാണാൻ ഞാനും കാത്തിരിക്കുകയാണ്. സോറി, കാസർഗോഡ് എംബസി കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.